बेस्ट केरला है। स्टेटों में सब स्टेट में केरला एक नंबर है। എന്തടപ്പം ഇത് കേരളമാണ് നമ്പർ 1 എന്നാണ് പറഞ്ഞത്. നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിൽ എവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ എവിടെയൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാടാണ് ഇതിലും ഭേദം കേട്ടോ, ഇത്രയും പ്രശ്നം നമ്മുടെ അടുത്തില്ല, ഇതിലും അല്ലേ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തവർ. അപ്പോൾ അതിനെ പറ്റിയാണ് ഈ ഭായിമാർ, ഇവർ വലിയ ലോറികൾ ഓടിക്കുന്നവരാണ്. നമ്മൾ ആ ഒരു പറയണമെന്ന് കേട്ടു നോക്കാം. बाकी सब भ्रष्ट है। लोगों को लेके कि प्रशासन को लेके? प्रशासन प्रशासन, हाँ थोड़ा ही है लेकिन सब है भ्रष्ट। मैंने आप बहुत बड़ी बात बोल रहे हैं। पूरे 29 स्टेटों में सबसे बेस्ट बेस्ट केरला है। आप बताइए। सब स्टेटों में सब स्टेट में केरला एक नंबर है। आप क्या बता रहे थे भैया? वही बता रहे हैं। केरला में 5-6 साल पहले गया था मैं, नो एंट्री में घुस गया, लेकिन बड़ा जो साहब रहता है गाड़ी में बैठ के आगे से घुमा कर रास्ता बताया। और दूसरे जगह का मैं देखता हूँ और कुछ मांगा नहीं आपसे? कुछ भी नहीं लिया। और दूसरे जगह का अगर थोड़ा भी आगे चला गया ना, थोड़ा भी आगे गया ना, तो जैसे लगता है उसके बाप के घर में घुस गया। सब उसी का है, पैसा दो तो जाओ और नहीं पैसा दो तो जैसे लगता है उसका बाप का रोड खरीदा हुआ है। वो सरकारी नहीं है, वो अपने लिए कमा रहा है, सरकार को भी नहीं दे रहा है। टूट पाट तो पूरा എങ്ങനെയുണ്ട് അവസ്ഥ? और भाइयों तुमको धन्यवाद ये सच बोलने के लिए. അപ്പോൾ കേരളത്തിൽ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയവനും വലിയവനും അല്ലെങ്കിൽ ജാതി അങ്ങനെ മതം അങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് ഇല്ലാത്തവൻ പണമുള്ളവൻ ഇല്ലാത്തവൻ തമ്മിലൊരു വേർതിരിവൊന്നും നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളിത് വിട്ടുപോയി പല സ്ഥലത്തും ഒരുപക്ഷെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അതുപോലത്തെ ആൾക്കാർക്ക് സാധാരണക്കാർക്ക് വളരെ ദൂരമായിരിക്കും. വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും വളരെ ദൂരമായിരിക്കും, ഉള്ളവനും പൈസ ഉള്ളവനും ഇല്ലാത്തവനും ഭയങ്കര ദൂരമാണ്. അതൊക്കെ തന്നെയാണ് പല സ്ഥലത്തും പല ഭരണ സംവിധാനമാണ് ഭംഗിയായിട്ട് നടക്കാത്തതും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇതൊരു ക്രൂരമായ ചില പരിപാടികൾ നടക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല, നമ്മളെ പൈസ ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരുപോലെ തന്നെയാണ്, എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് പെരുമാറുക. കാര്യം നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സംസ്കാരവും അതുതന്നെയാണ്. ഇനി ആരും ഒന്ന് നമ്മുടെ ഇവിടെ ഭരിച്ചാലും അങ്ങനെ തന്നെ ആവണമെന്ന് നമ്മൾ വാശി പിടിക്കും. ആരും ഭരിച്ചോട്ടെ, പക്ഷേ ഇവിടുത്തെ സിസ്റ്റങ്ങൾ വിടാൻ അല്ലെങ്കിൽ മാറ്റാൻ നമ്മൾ തയ്യാറാണ്ടിരുന്നാൽ മതി. ബാക്കി ആരും ഭരിച്ചോട്ടെ, നമ്മളെന്താണോ അങ്ങനത്തെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും.